എന്താണ് ഇ ഡി അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്? കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു സ്പെഷ്യൽ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് ഇ ഡി അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്താൻ വേണ്ടി ഇ ഡിക്ക് അധികാരം നൽകുന്നത് പാർലമെൻറ്റ് പാസാക്കിയ 2 നിയമങ്ങളാണ്. ഒന്ന് PMLA ആക്റ്റും 2 ഫെമ നിയമവും. എന്താണ് PMLA അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്? കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയുക, അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുക. എന്താണ് ഫെമ നിയമം? ഹവാല ഇടപാടുകൾ കണ്ടെത്തുക, ഇല്ലീഗൽ ഡോളർ ട്രാൻസാക്ഷൻ കണ്ടെത്തുക, ഇതെല്ലാം വരുന്നത് ഫെമ നിയമത്തിലാണ്. ഈ 2 നിയമങ്ങളുടെയും അധികാരം കൈമാറിയിരിക്കുന്നത് ഇ ഡിക്കാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. കേരളത്തിൽ നടക്കുന്ന CMRL എക്സാലോജിക് ഇഷ്യൂ PMLA ആക്ട് വഴിയാണ് ഇ ഡി കേസ് എടുത്തിരിക്കുന്ന കാര്യം കൂടെ മനസ്സിലാക്കുക. എന്താണ് PMLA ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 17 പറഞ്ഞിരിക്കുന്നത് ഒരു വാറൻ്റ് ഇല്ലാതെ തന്നെ ഒരു ഓഫീസോ വീടോ റെയ്ഡ് ചെയ്യാനുള്ള അധികാരം ഇ ഡിക്കുണ്ട്. മാത്രമല്ല ഈ റെയ്ഡിൽ കണ്ടെത്തുന്ന സ്വർണം, കാറ് ഇതൊക്കെ പിടിച്ചെടുക്കാനുള്ള അധികാരവും ഇ ഡിക്കുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. സെക്ഷൻ 19 പറഞ്ഞിരിക്കുന്നത് മജിസ്ട്രേറ്റിൻ്റെ വാറൻ്റ് ഇല്ലാതെ തന്നെ ഇ ഡിക്ക് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരവുമുണ്ട്. സെക്ഷൻ 50 പറഞ്ഞിരിക്കുന്നത് ആരെ വിളിപ്പിച്ച് വേണമെങ്കിലും ഇ ഡിക്ക് മൊഴിയെടുക്കാം. സെക്ഷൻ 50(3) പറഞ്ഞിരിക്കുന്നത് ഇ ഡിക്ക് കൊടുക്കുന്ന മൊഴി കോടതിയിൽ തെളിവായിരിക്കും. ഇത്രയും അധികാരങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ PMLA ആക്ടിൽ എഴുതാതെ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്: ഇ ഡിക്ക് സ്വമേധയാ കേസെടുക്കാൻ സാധിക്കത്തില്ല. ഇ ഡിക്ക് കേസെടുക്കാൻ സാധിക്കണമെങ്കിൽ അവിടെ ഒരു പ്രിഡിക്റ്റീവ് ഒഫൻസ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇ ഡിക്ക് കേസെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി ഒരു വ്യക്തിയെ ഇ ഡി അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ജാമ്യം കിട്ടുക വളരെ പാടുള്ള കാര്യമാണ്. കാരണം 2 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കത്തുള്ളൂ. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PMLA ആക്ടിൽ സെക്ഷൻ 45 പറയുന്നത്: 1, അയാൾ കുറ്റക്കാരനല്ല എന്ന് വിശ്വസിക്കാനുണ്ടായ തക്കതായ കാരണമുണ്ടാവണം. 2, അദ്ദേഹം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറ്റകൃത്യം ചെയ്യില്ല എന്നുള്ള ഉറപ്പും ജഡ്ജിക്കുണ്ടാവണം. ഒരു വ്യക്തിയെ ട്രയൽ നടക്കുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇത് ജഡ്ജിയെ ബോധിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ജാമ്യം കിട്ടുക എന്നുള്ളത് വളരെ പാടുള്ള കാര്യമെന്ന് പറയാനുള്ള കാരണം. മാത്രവുമല്ല, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒരു വ്യക്തിയെ കള്ളപ്പണ കേസിന് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് ആ പണം കള്ളപ്പണമല്ല എന്ന് തെളിയിക്കേണ്ടത്. 2005 മുതൽ 2024 വരെയുള്ള കണക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് 5906 ECIR ആണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ 40 ECIRകൾക്ക് മാത്രമാണ് ഇതുവരെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ശിക്ഷ കിട്ടിയവരുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.